എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന 3-4 അനുഭവങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പറയട്ടെ, എന്നൊരു ചുമയൊക്കെ ഉണ്ട്, അപ്പം ഇടയ്ക്ക് ഒരു ഇടർച്ച ഉണ്ടാവാം. എങ്കിലും മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാകുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരും കേട്ടോ. 7 പേർക്ക് കൃഷ്ണവിഗ്രഹവും സമ്മാനമുണ്ട്. ഹരേ കൃഷ്ണ. ത്രിമധുരം കാണുമ്പോൾ എപ്പോഴും പറയും, കണ്ണൻ നമുക്ക് എപ്പോഴും ഉണ്ണിയായിട്ടാണല്ലേ. ഉണ്ണിയോട് പറയും, എനിക്കൊന്നുമില്ലല്ലോ പറയാനെന്ന്. അങ്ങനെ എനിക്കും തന്നു കണ്ണൻ സമ്മാനം. അതെന്താണെന്ന് അറിയാം. ചങ്ങരംകുളം കോട്ടയിൽ അമ്പലത്തിൽ പ്രതിഷ്ഠാദിനം. അന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ 11 മണിക്ക് പോയിട്ടോ. അന്ന് നാരായണീയം വായന ഉണ്ടായിരുന്നു. നടപ്പന്തലിലെത്തിയപ്പോൾ സ്വാമിജി പറഞ്ഞു, ഇവിടെ വന്നവർ നാരായണീയം വായിക്കാൻ ഇരിക്കണമെന്ന്. എനിക്കാണെങ്കിൽ യൂറിൻ്റെ അസുഖം ഉണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അരമണിക്കൂർ ഇടവിട്ട് ബാത്റൂമിൽ പോകണം. എന്നാലും നമ്മുടെ ഉണ്ണി കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് അങ്ങനെ ഭജന ഇരുന്നു എൻ്റെ മോനെ. 1 മണിക്ക് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് പായസം കഴിച്ചു. വീണ്ടും വായനയ്ക്കിരുന്നു. 5 മണി കഴിഞ്ഞു. എന്നിട്ട് വായനയ്ക്ക് വന്നവർക്ക് ട്രോഫി കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുന്നവർക്ക് കാണാൻ വേണ്ടി ഞാൻ അവിടെ നിന്നു. എന്നെയും വിളിച്ചു, നിങ്ങളും നാരായണീയം വായിച്ചതല്ലേ എന്ന് പറഞ്ഞ് എനിക്കും തന്നു ഒരു ട്രോഫി. ഓർക്കണം, ഭക്ഷണം കഴിക്കാൻ പോയ എനിക്ക് എൻ്റെ ഉണ്ണി, നമ്മുടെ ഉണ്ണി, അങ്ങനെ യൂറിൻ്റെ ഒരു അസുഖം ഉണ്ടാക്കിയില്ല. ഓർക്കണം, 11 മണിക്ക് ഇരുന്ന് ഞാൻ 5 മണി വരെ ബാത്റൂമിൽ പോയിട്ടേ ഇല്ല. എൻ്റെ ഉണ്ണിയുടെ നാമം ചൊല്ലുന്നവർക്ക് നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു നല്ല അനുഭവം ഭഗവാൻ തന്നു. അങ്ങനെയാണല്ലേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ഭജിക്കാനിരിക്കുകയാണെങ്കിൽ ഭഗവാൻ അറിയാം, ഇവർ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാണ്ടത് നോക്കേണ്ടത് ഭഗവാന്റെ കടമയല്ലേ. ഭക്തൻ ബുദ്ധിമുട്ടില്ലാതിരിക്കേണ്ടത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഭഗവാൻ തന്നെയാണ് ചെയ്യുക, ഒരു സംശയമില്ല. പക്ഷേ മനസ്സ് എപ്പോഴും നന്മയോടെ ചിന്തിക്കുക. വേറെ ഒന്നുമില്ലല്ലോ. ഈ അനുഭവം മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ്, എല്ലാവരിലേക്ക് എത്തിക്കുക. ഹരേ കൃഷ്ണ.